കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണതലപ്പത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി തുടരുകയാണ്. 14 സർവകലാശാലകളിൽ ഏതാണ്ട് 9-ലധികം സർവകലാശാലകളിൽ കുറെ കാലമായി പൂർണ്ണ അധികാരമുള്ള വൈസ് ചാൻസലർമാരില്ല. അതുപോലെ തന്നെ പ്രോ വൈസ് ചാൻസലർമാരും ഇല്ലാത്ത സർവകലാശാലകളാണ് ഭൂരിപക്ഷം സർവകലാശാലകളും. അത് സർവകലാശാലകളുടെ ഭരണരംഗത്തും അതിൻ്റെ മറ്റ് പരിപാടികൾക്കുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് അനുദിനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സെനറ്റും സിൻഡിക്കേറ്റും ഒന്നും വേണ്ട രീതിയിൽ സംഘടിപ്പിക്കാത്തത് കൊണ്ട് സർവകലാശാലയ്ക്ക് ലഭിക്കേണ്ടതായ വികസന ഗ്രാന്റുകൾ, ഗവേഷണ പദ്ധതികളെല്ലാം ഒരു തരത്തിൽ നിശ്ചലമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ സർവകലാശാലകളുടെ ചാൻസലറായിരിക്കുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ചാൻസലർ പല തീരുമാനങ്ങളും സർക്കാരുമായി ആലോചിക്കാതെ എടുക്കുന്നു. സർക്കാരിന് ചാൻസലർ എന്ന രീതിയിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ പാലിക്കാതെ രാഷ്ട്രീയമായി അതിനെ സമീപിക്കുകയും അത്തരം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. കുറെ കാലമായി സർക്കാർ ചാൻസലർ ഏറ്റുമുട്ടൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് സർവകലാശാലകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന ഇന്നത്തെ ഒരു കോടതി വിധി എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട ചാൻസലർ, ഗവർണറായ ചാൻസലർ സെനറ്റിലേക്ക് ഏകപക്ഷീയമായി നാമനിർദ്ദേശം ചെയ്ത 4 അംഗങ്ങളുടെ പട്ടിക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് റദ്ദാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് 6 ആഴ്ചക്കകം അതിന് പരിഹാരമായിട്ടുള്ള മറ്റ് മാർഗങ്ങൾ യഥാവിധം എടുക്കണം എന്ന നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ശുപാർശയില്ലാതെ, സർക്കാരിനോട് ആലോചിക്കാതെ നാമനിർദ്ദേശം ചെയ്തത് ശരിയായ നടപടിയല്ല എന്ന കണ്ടെത്തലാണ് ബഹുമാനപ്പെട്ട കോടതി നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 4 പേരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ അവരോടൊപ്പം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 പേരുടെ, അത് സർക്കാർ നിർദ്ദേശിച്ച 2 പേരാണ്, ആ നാമനിർദ്ദേശത്തെ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സെനറ്റ് പൂർണ്ണ രീതിയിൽ രൂപീകൃതമാണെങ്കിൽ മാത്രമേ പുതിയ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെനറ്റിന്റെ പ്രതിനിധിയെയും മറ്റും തെരഞ്ഞെടുക്കാനായി സാധിക്കുകയുള്ളൂ. ആ കാര്യത്തിലും ഇപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സർക്കാരിനോടും സർവകലാശാലയോടും ഗവർണർ, ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പല സർവകലാശാലകളോടും സെനറ്റിന്റെ പ്രതിനിധിയെ ഈ പറയുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും സെനറ്റുകളെല്ലാം രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ നിർദ്ദേശം അവഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ സെനറ്റിന്റെ പ്രതിനിധി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് പുതിയ വൈസ് ചാൻസലർമാരെ കണ്ടെത്താൻ കഴിയാത്തതായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഭരണരംഗത്തെ പ്രതിസന്ധി ആഴം കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഈ തരത്തിലുള്ള കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയും മറ്റും ചാൻസലർക്ക് ലഭിക്കുന്നത്. ചാൻസലർ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് സർക്കാർ ആരോപിക്കുന്നു. ചാൻസലർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ പലതും അവഗണിക്കുന്നുവെന്ന് ചാൻസലർ ആരോപിക്കുന്നു. അങ്ങനെ ചാൻസലർ, പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ സർക്കാർ, അതുപോലെ സർവകലാശാലയുടെ ഭരണസമിതികളായ സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയതെല്ലാം വളരെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയാത്തതായ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഇത്തരം കോടതി വിധികൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കോടതി വിധി ഒരു പക്ഷേ അംഗീകരിക്കുകയാണെങ്കിൽ ബദൽ സംവിധാനം അടിയന്തരമായി ഗവർണർ എടുക്കേണ്ടി വരും. അതല്ല, ഗവർണർ മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇതിപ്പോൾ സിംഗിൾ ബെഞ്ച് വിധിയാണ്, അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഈ അനിശ്ചിതാവസ്ഥ തുടരും. അങ്ങനെ കേരളത്തിലെ സർവകലാശാലയുടെ ഭരണരംഗത്തുള്ള പ്രതിസന്ധി വീണ്ടും തുടരാനാണ് സാധ്യത. പുതിയ പരിഷ്കാരങ്ങളുമായി കേരള സർവകലാശാല, കേരളത്തിലെ എല്ലാ സർവകലാശാലകളും 4 വർഷ ബിരുദ കോഴ്സുകൾ ഉൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭരണ തലപ്പത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് വളരെ ആശങ്കയോടുകൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്.